വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുമുഖഭക്തി. സ്നേഹത്താലിരിയുന്ന യേശുവിൻ്റെ തിരുഹൃദയത്തോടും വിശുദ്ധരോടുമുള്ള ഭക്തി തെരേസായിൽ ആധ്യാത്മികയുടെ പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ കൊച്ചുത്രേസ്യയുടെ ആധ്യാത്മികയുടെ ഒരു ഭാഗമായിരുന്നു തിരുമുഖത്തോടുള്ള ഭക്തി. തൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ കാതൽ യേശുവിൻ്റെ തിരുമുഖത്തോടുള്ള ഭക്തിയായിരുന്നുവെന്ന് കൊച്ചുത്രേസ്യ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അത് ആരംഭിച്ചത് 1889 ടൂൾസിൽ വെച്ചായിരുന്നു. കർമ്മലീത്ത സന്യാസിനിയായിരുന്ന മരിയ സഹോദരിയും തിരുമുഖത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ലിയോ ഡെപ്പോൺസിയുമായിരുന്നു ഈ ഭക്തി പ്രദർശിപ്പിച്ചത്. തിരുമുഖ ഭക്തിയെക്കുറിച്ച് കൊച്ചുത്രേസ്യയോട് പറഞ്ഞത് അവളുടെ സഹോദരിയായ ആഗ്നസ് യേശുവിൻ്റെ തിരുമുഖത്തെക്കുറിച്ചും അതുവഴി യേശുവിൻ്റെ സഹനത്തെപ്പറ്റിയുമുള്ള ധ്യാനത്തിലൂടെ ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാൻ കഴിയുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. ജീവിത ദുഃഖങ്ങളിൽ തിരുമുഖത്തോടുള്ള ഭക്തി അവൾക്ക് ആശ്വാസം നൽകി. കരുണാമയനായ യേശുവിൻ്റെ സ്നേഹം കണ്ണുനീർ ചിന്തുന്ന യേശുവിൻ്റെ മുഖത്ത് അവൾ അനുഭവിച്ചറിഞ്ഞു. ഈശോയുടെ മനുഷ്യത്വം മുഴുവൻ തെരേസ അവിടുത്തെ തിരുമുഖത്തിൽ ദർശിച്ചു. അവിടെ ആത്മനാഥനായ ഈശോയുടെ ആത്മാവും ഹൃദയവും പ്രതിബിംബിക്കുന്നതായി അവൾ ദർശിച്ച കണ്ണാടിയായിരുന്നു. ഈശോയുടെ തിരുമുഖവും തെരേസയുടെ ആധ്യാത്മിക ജീവിതത്തിലെ മറ്റെല്ലാ ആകർഷണങ്ങളും ഉപരിയായിരുന്നു ഈശോയുടെ തിരുമുഖത്തിൽ അവൾക്കുണ്ടായിരുന്ന ഭക്തി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.